എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻ ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം പഠിച്ച ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ താരകയോ നീലത്താമരയോ നിൻ താരനി കണ്ണിൽ കതിർ ചൊരിഞ്ഞോ. അതിൻ്റെ ആദ്യത്തെ ലൈൻ താരകയോ നീലത്താമരയോ നിൻ ഗാപ പദ ദപ പാപ പസദ ദപ. ഒന്നുകൂടി പറയാം. ഗാപ പദ ദപ പാപ പസദ ദപ. ഒന്നുകൂടി വായിക്കാം. താരനി കണ്ണിൽ കതിർ ചൊരിഞ്ഞു പാസദ പാദ പഗരി ഗരി ഗദപ പാസ സദപ പാദ പദപ ഗരി ഗദപ പാസ സദപ പാദ പദപ ഗരി ഗദപ. രണ്ടുപേരും ചേർത്ത് വയ്ക്കുമ്പോൾ അടുത്തത് വർണ്ണമോഹമോ പോയ ജന്മ പുണ്യമോ നിൻ ദാസദാപഗ രിഗഗ രിഗഗ പരിരീദ. ഒന്നുകൂടി പറയാം. ദാസദാപഗ രിഗഗ രിഗഗ പരിരീദ ദാസദാപഗ രിഗഗ രിഗഗ പരിരീദ. ഒന്നുകൂടി വായിക്കാം. മാനസത്തിൽ പ്രേമമധു പകർന്നു മാനസത്തിൽ പ്രേമമധു പകർന്നു ദാരിരി രിരിഗ പഗ ചെറിരി വരും രിരിഗ പഗ സാനിദ സരിസ ദാരിരി രിരിഗ പഗ സാനിദ സരിസ. ഒന്നുകൂടി വായിക്കാം. വർണ്ണമോഹമോ തുടങ്ങി ഒന്നുകൂടി വായിക്കാം. ഒന്നുകൂടി വായിക്കാം. അനുപല്ലവി ഞാൻ മുഴുവനായിട്ടും ഒന്നുകൂടി വായിക്കാം.
ഇത് കഴിഞ്ഞിട്ട് ഇതിനോട് കണക്ട് ചെയ്തിട്ട് പല്ലവി വരും. ചന്ദ്രിയിലരുന്ന് ചന്ദ്രകാന്തം. അനുപല്ലവി കഴിഞ്ഞിട്ട് ഒരു പല്ലവി കണക്ട് ചെയ്തിട്ട് വരും. അനുപല്ലവിയുടെ മുഴുവനും ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.